നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപി ജില്ലാ അധ്യക്ഷന്മാരെ നാളെ അറിയാം. തൃശൂർ ജില്ലയെ 3 മേഖലകളായി തിരിച്ച് 3 പ്രസിഡന്റുമാർ. സെൻട്രൽ ജില്ലയിൽ ജസ്റ്റിൻ ജേക്കബ്, നോർത്ത് ജില്ലയിൽ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, സൗത്ത് ജില്ലയിൽ ശ്രീകുമാർ എന്നിവർ പ്രസിഡന്റാകുമെന്ന് സൂചന. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം തിങ്കളാഴ്ച ആരംഭിക്കും. സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക്. മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടിയിൽ നിന്ന് പാലക്കാട്ടേക്കും മെട്രോ റെയിൽ നീട്ടുമെന്ന് സുരേഷ് ഗോപി. കുണ്ടും കുഴിയുമായി ശോചനീയാവസ്ഥയിലായിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിനെ ശാപമോക്ഷമാകുന്നു. കോൺക്രീറ്റിംഗ് ചെയ്ത് നവീകരിച്ച ബസ് സ്റ്റാൻഡ് ദിവസങ്ങൾക്കുള്ളിൽ തുറന്നുകൊടുക്കും. രാജ്യം നാളെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. റിപ്പബ്ലിക് ദിന പരേഡിനായി തൃശൂർ തേക്കിൻകാട് മൈതാനം ഒരുങ്ങി. റിപ്പബ്ലിക് പരേഡ് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. പൊയ്യയിൽ പടക്ക നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. പോളക്കുളം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കരിമ്പാടി വീട്ടിൽ അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ലൈസൻസ് ഇല്ലാതെയായിരുന്നു പടക്ക നിർമ്മാണം. ദേശീയപാത മണ്ണുത്തി തിരുവാണിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കാർ യാത്രക്കാരിയായ സ്ത്രീക്ക് പരിക്കേറ്റു. കേച്ചേരി എരനെല്ലൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്ക്. പുലിയന്നൂർ സ്വദേശി ചിരിയം കണ്ടത്ത് ജിസ്മിക്കാണ് പരിക്കേറ്റത്. കൈപ്പറമ്പ് പുത്തൂർ ചീരോത്തുപടിക്കു സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റു. പോന്നൂർ സ്വദേശി കണ്ണനായ്ക്കൽ വീട്ടിൽ ജോബി ഭാര്യ ഡയാനയ്ക്കാണ് പരിക്കേറ്റത്. പെരിങ്ങനം ചക്കരപ്പാടം പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് കനോലി കനാലിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. കഴിഞ്ഞ 16-നാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചെറുതുരുത്തിയിൽ 2 പേർ പോക്സോ കേസിൽ അറസ്റ്റിൽ. പാഞ്ഞാൾ സ്വദേശികളായ വീരന്മാരിൽ കുമാരൻ, പൂളക്കപ്പറമ്പിൽ ഹസൻ എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ പ്രഖ്യാപിച്ചു. ADGP P. വിജയൻ, അഗ്നിരക്ഷാ സേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദൻ നായർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്ക് വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി. വിയ്യൂർ അതിസുരക്ഷാ ജയിൽ സൂപ്രണ്ട് TR രാജീവിന് രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ. ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ V. ഉദയകുമാർ, M. രാധാകൃഷ്ണൻ, C. ഷാജി, അസിസ്റ്റന്റ് സൂപ്രണ്ട് P. ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും പുരസ്കാരം. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം മാളയിൽ തുടരുന്നു. ഇന്ന് ഓഫ് സ്റ്റേജ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. മത്സരങ്ങൾ 28-ന് സമാപിക്കും. ചിറ്റ്ലപ്പള്ളി IES ആർക്കിടെക്ചർ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അകാര ദക്ഷിണേന്ത്യൻ കോളേജ് സ്പോർട്സ് ടൂർണമെന്റ് തുടരുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് ടൂർണമെന്റ് നാളെ സമാപിക്കും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി. കുടിശ്ശികയായിട്ടുള്ള പണം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യം. വൈദ്യുതി ജീവനക്കാർ ഫെബ്രുവരി 20-ന് പണിമുടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി ജീവനക്കാരുടെ ദേശീയ ഏകോപന സമിതിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് സൂചനാ പണിമുടക്ക്. പഴയ സൂപ്പർ ഫാസ്റ്റുകൾ AC ബസ്സുകളാക്കാനുള്ള സാധ്യത തേടി KSRTC. ഇക്കാര്യം പഠിക്കാൻ സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ചു. എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു. തൃശൂർ പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിൽ തിരുനാളിനെ കൊടിയേറി. വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് തിരുനാൾ.
വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ഷെരീഫിലെ 24ാമത് ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. മുഹമ്മദ് കുട്ടി മസ്താന്റെ പേരമകൻ അബ്ദുൾ സമൂർ നേർച്ചയുടെ കൊടിയേറ്റം നിർവഹിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് UP സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ പോൾ പിണ്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA നേതൃത്വത്തിലുള്ള സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായുള്ള ക്വിസ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് ഫിനാലെ നാളെ നടക്കും. പടിഞ്ഞാറെ വെമ്പലൂർ MES അസ്മാബി കോളേജിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒല്ലൂരിൽ PM വിശ്വകർമ്മ യോജനയും ഒല്ലൂർ ഇമിറ്റേഷൻ ഗോൾഡ് വർക്കേഴ്സ് സംഘവും സംയുക്തമായി ഏകദിന ശില്പശാല നടത്തി. കോർപ്പറേഷൻ കൗൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ അമ്പതിരുന്നാൾ ആഘോഷിച്ചു. ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിക്കൽ എന്നിവയ്ക്ക് ഫാദർ റോയി ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള ശാസ്ത്ര പരിസ്ഥിതി കൗൺസിലിന്റെ ഹരിതകർമ്മ സേനയിൽ അംഗമായ അഴീക്കോട് IUP സ്കൂളിൽ കേന്ദ്ര പരിസ്ഥിതി വനംവകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ശലഭോദ്യാനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KB രാജൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് സൈറ്റ് ഫോർ കിഡ്സ് പ്രൊജക്ടിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ M. പ്രദീപ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. വിവേകോദയം ഗേൾസ് ഹൈസ്കൂളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. സുരക്ഷിത് മാർഗ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ദേശീയ സമ്മതിദായക ദിനം ചെമ്പൂക്കാവ് ഹോളി ഫാമിലി CGHS ആഘോഷിച്ചു. മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ അവാർഡ് ഏറ്റുവാങ്ങിയ ലീല വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിയ്യൂർ ജയിലിൽ റിമാൻഡിൽ കഴിയവേ യൂട്യൂബർ മണവാളന്റെ മുടിമുറിച്ച സംഭവത്തിൽ ജയിൽ അധികൃതർക്കെതിരെ കുടുംബം രംഗത്ത്. ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ബലമായാണ് മുടിമുറിച്ചതെന്നും മകനെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായാണ് കുടുംബം പറയുന്നത്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട കൊടകര സ്വദേശി ഇരിങ്ങപ്പള്ളി വീട്ടിൽ രമേശ് അറസ്റ്റിലായി. 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, കൊടകര എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ചതിനാലാണ് രമേശിനെ അറസ്റ്റ് ചെയ്തത്. VKന്റെ 21ാമത് അനുസ്മരണം തിരുവില്ലാമലയിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ 168ാമത് തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ് ചെറുതാണിക്കൽ കാർമ്മികനായി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയോടൊപ്പം ഈർപ്പമുള്ള വായുവും കാരണം അസ്വസ്ഥതയുള്ള കാലാവസ്ഥ അനുഭവപ്പെടാമെന്നും സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കാഞ്ചേരി ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ, ജെറുസലേം ധ്യാനകേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോ പാച്ചേരിയൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനാ വാരം സമാപനം തൃശൂരിൽ നടന്നു. തൃശൂർ പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ മാർത്തുമറിയം വലിയ പള്ളിയിൽ CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി സാന്ദ്രമായി. ഫാദർ ഹേഡലി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.